അസീമുല്ലാ ഖാൻ്റെ പേര് ഇന്ന് നമ്മൾ ഓർമ്മിക്കേണ്ട ഒന്നാണ്. അത് പിണറായി പറഞ്ഞത് നന്നായി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ രാജ്യം, ഇന്ത്യ എന്നുള്ള ഈ രാജ്യം ഒരു പ്രത്യേക മതത്തിനോ സംസ്കാരത്തിനോ മാത്രം അവകാശപ്പെട്ടതാണെന്ന് പറയുന്നത് അസത്യമാണ്. പക്ഷേ ഈ ജയ് ഹിന്ദ് എന്നും ഭാരത് മാതാ കി ജയ് എന്നതൊക്കെ ആര് പറഞ്ഞു എന്നത് എന്തുകൊണ്ടാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്? വിജയ, അതിപ്പോൾ വളരെ ലളിതമായൊരു കാര്യമാണത്. ഇപ്പോൾ നമ്മുടെ ദേശീയഗാനം എഴുതിയത് ടാഗോറാണ്. ഇൻക്ലാബ് സിന്ദാബാദ് എന്നുള്ള മുദ്രാവാക്യത്തിൻ്റെ രൂപം കൊടുത്ത് ഹസ്രത്ത് മൊഹാനിയാണ്. സാരേ ജഹാൻ സെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന് എഴുതിയത് മുഹമ്മദ് ഇക്ബാലാണ്. ഏത് കാലത്ത് എഴുതി, അത് എഴുതിയ ആളുടെ സമുദായം എന്താണ് എന്ന് സാധാരണ ഇതിലൊരു വിഷയമല്ല. പക്ഷേ ഇന്നിപ്പോൾ പൗരത്വ ഭേദഗതി നിയമം, പൗരത്വ പട്ടിക നിർമ്മാണം തുടങ്ങിയുള്ള കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്, മോദി ഗവൺമെൻറ് നടപ്പാക്കുമ്പോൾ ഇതൊക്കെ പൊന്തി വരികയാണ്. അതായത് 1857 എല്ലാവർക്കും അറിയുന്നൊരു കാര്യം നമ്മുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം നടന്നത്. അപ്പം അതിൽ ആരൊക്കെ പങ്കെടുത്തു? അതിൽ ഹിന്ദുക്കളുണ്ടായിരുന്നു, മുസ്ലിങ്ങളുണ്ടായിരുന്നു, സിഖുകാരുണ്ടായിരുന്നു, പാർസികളുണ്ടായിരുന്നു എന്ന് നമുക്ക് അന്വേഷിക്കേണ്ട സ്ഥിതി വരികയാണ്. നമ്മളെ നിർബന്ധിതമായി തീരുകയാണ്. ഇപ്പോൾ വന്ദേ മാതരം എന്നുള്ള പാട്ട് പ്രസിദ്ധമായി തീർന്നത് എങ്ങനെയാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്നുള്ള നോവൽ 1882, അതായത് നമ്മുടെ ഇന്ദുലേഖ വരുന്നതിനേക്കാൾ 7 കൊല്ലം മുമ്പേ വന്ന ആ നോവൽ, അത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മലയാളത്തിൽ 1920 തന്നെ അതിന് പരിഭാഷ വന്നു. അതിലൂടെയാണ്, ആ നോവലിലൂടെ, ആനന്ദമഠത്തിലൂടെയാണ് വന്ദേ മാതരം എന്നുള്ള പാട്ട് പ്രസിദ്ധമായി തീർന്നത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, 1905 ബംഗാൾ വിഭജനം ഉണ്ടായി. ലോർഡ് കഴ്സൻ്റെ കാലത്ത് ബംഗാൾ വിഭജനത്തിനെതിരായിട്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖുകാരും പാർസികളും ബൗദ്ധന്മാരും ജൈനന്മാരും എല്ലാവരും കൂടി സമരം ചെയ്തു. ആ സമരത്തിൽ പ്രധാനമായി പാടിയിരുന്ന പാട്ട് വന്ദേമാതര. അത് ഹിന്ദുക്കളും പാടി, മുസ്ലിങ്ങളും പാടി, ക്രിസ്ത്യാനികളും പാടി, സിഖുകാരും പാടി, എല്ലാവരും പാടി. അതാരും ഇത് ഏത് മതക്കാരനെന്ന് ആലോചിക്കാൻ മറന്നുപോയി. അത് കഴിഞ്ഞിട്ട് 1930 തന്നെ പ്രശ്നം വന്നു. വന്ദേ മാതരം ദേശീയ ഗാനമാക്കാമോ? അപ്പോൾ ആണ് അതിൽ സാമുദായികത വരുന്നത്. വന്ദേ മാതരം എന്നുള്ളത് മാതാവിനെ, ഭൂമിയെ മാതാവായിട്ടും പുണ്യഭൂമിയായിട്ടും ഒക്കെ വന്ദിക്കുന്നത് ഹൈന്ദവ പാരമ്പര്യമാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണത് ദേശീയഗാനം അല്ലാതെ ആയത്. അപ്പോൾ നമുക്ക് ദേശീയ ഗീതമാണത്, ദേശീയ ഗാനമല്ല, നമ്മുടെ നാഷണൽ ആന്തമല്ല, അത് നാഷണൽ സോങ്ങാണ്. അപ്പോൾ ഇന്നിപ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റുകാർ, അതുപോലെ സെക്കുലറിസ്റ്റുകൾ, അതിപ്പോൾ പുതിയൊരു വാക്കാണ്, അവരുടെ അതിലുള്ളതല്ല, അവർക്കൊന്നും ഈ നാടിനോട് കൂറില്ല. അവരുടെ കൂറ് അവരുടെ മതത്തോടാണ്. അതിപ്പോൾ ഹിറ്റ്ലർ യഹൂദന്മാരെ പറ്റി പറഞ്ഞാണ്. ജർമ്മനിയോടല്ല അവരുടെ കൂറ്. അവരുടെ കൂടെ ആരോടാണ്? അത് യഹൂദന്മാരോടാണ്. അതെന്ത് ചെയ്തു? അവരുടെ പൗരത്വം റദ്ദാക്കി. പൗരത്വം റദ്ദാക്കി പിന്നെ പൗരാവകാശമല്ല. അപ്പോൾ 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ട് ജർമ്മനിയിലെ നാസികളെ വിചാരണ ചെയ്യുമ്പോൾ നിയമവിരുദ്ധമായിട്ടൊന്നും അവർ ചെയ്തിട്ടില്ല. എന്താ നിയമവിരുദ്ധം? പൗരാവകാശമല്ല അവർക്ക്. കണ്ടോ? അപ്പോൾ പൗരത്വം ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള ഏറ്റവും ജനവിരുദ്ധമായ, ജനാധിപത്യ വിരുദ്ധമായ, മതേതര വിരുദ്ധമായ, ഭരണഘടനാ വിരുദ്ധമായ ഒരു നടപടി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ നേരത്തെ പാസ്സാക്കി, അത് അനക്കാതെ വെച്ചിരുന്നു. ഇപ്പോൾ ലോക്സഭ പോള് വരുമ്പോൾ, ഇലക്ഷൻ വരുമ്പോൾ, തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് പുറത്തേക്ക് എടുക്കുക. എന്താ? വർഗീയ വികാരം ഉണ്ടാക്കിയിട്ട് വിഭജനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അസീമുല്ലാ ഖാനെ പറ്റി പറഞ്ഞു. അത് നന്നായി എന്നാണ് ഞാൻ പറഞ്ഞത്. എന്താ കാരണം? അസീമുല്ലാ ഖാൻ ആരാണ് എന്ന് അറിയാനൊരു ഇടയായി, ആ പേര് ഓർക്കാനിടയായി. അപ്പോൾ അസീമുല്ലാ ഖാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1859 മരിച്ചുപോയി. 19ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരാളാണ്, മരിച്ചുപോയി.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വിചാരിച്ചാൽ അദ്ദേഹം 1857 സ്വാതന്ത്ര്യ സമരത്തിൽ വലിയൊരു നേതാവെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ബുദ്ധിജീവിയാണ്, അല്ലാതെ വാളെടുത്ത് യുദ്ധം ചെയ്യുന്ന ആളല്ല, ആശയപരമായി അതിന് പിന്തുണ കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഹിന്ദുസ്ഥാൻ നമ്മുടേതാണ് എന്നുള്ള പാട്ട് എഴുതിയ അദ്ദേഹമാണ്. അന്നത്തെ പ്രധാനപ്പെട്ട ഒരു പാട്ടാണ്. എന്താണ്, എനിക്ക് അതിൻ്റെ വരി ഓർമ്മ വരുന്നില്ല. ഇത് നമ്മുടേതാണ്, നമ്മളിത് ആർക്കും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് വിചാരിച്ചാൽ ഈ മഹാരാഷ്ട്രക്കാരനാണ് അസീമുല്ലാ ഖാൻ. ഒരു ദരിദ്ര കുടുംബത്തിലാണ് ജനിച്ചത്. അപ്പോൾ അദ്ദേഹത്തിനൊരു പശ്ചാത്തലം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ബാപ്പ ഒരു ബ്രിട്ടീഷുകാരൻ്റെ പരിചാരകനായിരുന്നു. അയാൾ ഒരിക്കലും ദേഷ്യം പിടിച്ചിട്ട് ഇയാളെ ഇവിടെ തള്ളിയിട്ട് അയാൾ മരിച്ചുപോയി, അയാളെ കൊന്നു. ചോദിക്കാനും പറയാൻ ആരുമില്ല. ചെറിയ കുട്ടിയാകുമ്പോൾ 1837 അവിടെ വലിയ കാൺപൂരിലാണ് വലിയ ക്ഷാമമുണ്ടായി. ആ ക്ഷാമത്തിൽ കിടന്ന് നിലവിളിക്കുകയാണ് അസീമുല്ലാ ഖാനും അദ്ദേഹത്തിൻ്റെ ഉമ്മയും. അപ്പോൾ അവരെ രക്ഷിച്ചത് മിഷനറിമാരാണ്. അവിടുന്ന് ഈ കുട്ടി അസലായിട്ട് ഇംഗ്ലീഷ് പഠിക്കും, ഫ്രഞ്ച് പഠിക്കും, വളരെ ബുദ്ധിമാനാണ്. ഫ്രഞ്ച് പഠിച്ചു, ഇംഗ്ലീഷ് പഠിച്ചു, നന്നായിട്ട് എഴുതും, നന്നായിട്ട് സംസാരിക്കും. അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് ഈ അന്നത്തെ പേഷ്യയുടെ നാനാസാഹിബ് പേഷ്യയുടെ കൊട്ടാരത്തിലെത്തി. കുറച്ച് കഴിയുമ്പോൾ കൊട്ടാരത്തിൽ പേഷ്യയുടെ ഭരണാധികാരിയുടെ ഉപദേശകനായിട്ട് പിന്നെ ദിവാനായിട്ടൊക്കെ മാറി. അപ്പോൾ വലിയ ആളാണ്. ഈ അസീമുല്ലാ ഖാൻ്റെ ഉള്ളിൽ ഈ ബ്രിട്ടീഷ് വിരോധം, തൻ്റെ ബാപ്പയെ കൊന്നവൻ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ബ്രിട്ടീഷ് വിരോധത്തിൻ്റെ അടിസ്ഥാനം ചെറിയ കുട്ടിയാകുമ്പോൾ. പിന്നെ മുതിർന്നപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ ഈ ബ്രിട്ടീഷുകാർ ഇവരെ കീഴടക്കിയപ്പോൾ ഇയാൾക്ക് പെൻഷൻ കൊടുക്കാമെന്ന് പറഞ്ഞത് കൊടുത്തില്ല, ആർക്ക്, പേഷ്യക്ക്. ഈ പെൻഷൻ വാങ്ങാൻ വേണ്ടി ഉള്ള ഒരു സംഘം പോകുന്നുണ്ട് ഇംഗ്ലണ്ടിലേക്ക്. അതിൻ്റെ നായകനാരാണ്? അസീമുല്ലാ ഖാൻ. അവിടെ ചെന്ന് അവരൊരു തരിമ്പും വില വെച്ചില്ല. അത് പരിപൂർണ പരാജയമായിരുന്നു. എൻ്റെ ഓർമ്മയിൽ ഒരു മാസം അന്നത്തെ 80,000 രൂപ ആയിരുന്നു പെൻഷൻ പറഞ്ഞത്, ഒരു പൈസയും കൊടുത്തില്ല. അങ്ങനെ വരുന്ന വഴിക്ക് അദ്ദേഹം ഇവിടെ അലക്സാണ്ട്രിയയിൽ ഇറങ്ങി. അങ്ങനെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ, അപ്പോൾ അദ്ദേഹം പിന്നെ വന്നിട്ട് പേഷ്യയോട് പറയുന്നത്, നമുക്ക് അവനോട് പെൻഷനല്ല ചോദിക്കേണ്ടത്, നമ്മുടെ രാജ്യം തിരിച്ചു പിടിക്കണം. അവിടെയാണ് നമ്മുടെ രാജ്യം തിരിച്ചു പിടിക്കണം. അങ്ങനെയാണ് അദ്ദേഹം ഈ പോരാട്ടത്തിൽ അതിന് വലിയ പ്രചോദനമായി തീരുന്നതും. അപ്പം അദ്ദേഹമാണ് ഭാരത് മാതാ കി ജയ് എന്നുള്ള മുദ്രാവാക്യത്തിന് രൂപം കൊടുത്തതെന്ന് അഭിപ്രായമുള്ളവരുണ്ട്, എതിരഭിപ്രായമുള്ളവരുണ്ട്. എതിരഭിപ്രായമുള്ളവരുടെ അഭിപ്രായം എന്താ വെച്ചാൽ ബംഗാളിലെ കിരൺ ചന്ദ്ര ബന്ദോപാധ്യായ എന്ന് പറയുന്ന ഒരു നാടകൃത്ത് 1873 അദ്ദേഹത്തിനൊരു നാടകത്തിൽ ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ BJP-ക്കാരൊരു വാദം. അതുമ്പോൾ നമുക്കതിന് തീർപ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ അത് അങ്ങനെ പറയാൻ. പക്ഷേ ഭാരത് മാത എന്നുള്ള സങ്കല്പം നേരത്തെ ഉണ്ട്. പക്ഷേ സങ്കല്പം കൊണ്ട് കാര്യമില്ല, അതൊരു മുദ്രാവാക്യമായിട്ടിപ്പോൾ ജയ് ഹിന്ദ് എന്നൊരു അത് ഇപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ ക്വിറ്റ് ഇന്ത്യ അതാരാ പറയുന്നത്? അത് പൊതുവെ ആളുകളുടെ ധാരണ ഗാന്ധി അത് പറഞ്ഞു. പക്ഷേ അത് പറഞ്ഞത് അന്നത്തെ ബോംബെ മേയറായ സോഷ്യലിസ്റ്റായ യൂസഫ് മെഹ്റലിയാണ്. യൂസഫ് മെഹ്റലി എന്നുള്ള സോഷ്യലിസ്റ്റ് ബോംബെ മേയർ രൂപം കൊടുക്കുന്നതാണ് ക്വിറ്റ് ഇന്ത്യ എന്നുള്ള മുദ്രാവാക്യം. ഗാന്ധിയുടെ മുദ്രാവാക്യങ്ങളുടെ രീതിയല്ല അത്. ഗാന്ധി പറയുമ്പോൾ സംസ്കൃതമോ ഗുജറാത്തിയോ ഹിന്ദിയോ വരുള്ളൂ, ഇംഗ്ലീഷ് വരില്ല. ഗാന്ധി എന്താണ്? സത്യാഗ്രഹം എന്നാ പറയുക, സത്യാഗ്രഹം, അല്ല റിസൻസ് എന്ന് പറയില്ല. അപ്പോൾ ഇത് ക്വിറ്റ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷാണ്. അത് മെഹ്റലിയാണ്. മെഹ്റലി വലിയ ബുദ്ധിജീവിയായിരുന്നു. മെഹ്റലിയൊക്കെ ആൾക്കാർ മറന്നുപോയി. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ എന്നുള്ള മുദ്രാവാക്യം ഗാന്ധിയുടേതാണ്, ചിലർ പറയും നെഹ്റുവിൻ്റെതാണ്. അപ്പോൾ അങ്ങനെ, അപ്പോൾ ജയ് ഹിന്ദ് എന്നുള്ള മുദ്രാവാക്യം ഇപ്പോൾ പലരും ധരിക്കുന്നത് ഭഗത് സിംഗ് ആണ് മറ്റേ മുദ്രാവാക്യം ഉണ്ടാക്കിയെന്നാണ്. ഇത് ഇൻക്ലാബ് സിന്ദാബാദ്. കാരണം അദ്ദേഹം മരിക്കാൻ നേരത്ത് ഇത് ഉച്ചരിച്ചു എന്നാണ്. അങ്ങനെയാണ് ഇതിന് വലിയ പ്രചാരം കിട്ടുന്നത്. പക്ഷേ ഹസ്രത്ത് മൊഹാനിയാണ് അദ്ദേഹം. അന്ന് അക്കാലത്ത് കമ്മ്യൂണിസ്റ്റായിരുന്നു, വലിയ പണ്ഡിതനാണ്, വലിയ ബുദ്ധിജീവിയാണ് ഹസ്രത്ത് മൊഹാനി. അദ്ദേഹമാണ് ഇൻക്ലാബ് സിന്ദാബാദ് എന്നുള്ള മുദ്രാവാക്യത്തിന് രൂപം കൊടുത്തത്. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇങ്ങനെ അസീമുല്ലാ ഖാനാണ് ഇതിന് രൂപം കൊടുത്തതെന്ന് പറഞ്ഞത് നന്നായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
കാരണം ഇവിടുത്തെ പാരമ്പര്യം, ഇവിടുത്തെ പൗരത്വം, ഇവിടുത്തെ സംസ്കാരത്തിൻ്റെ അവകാശം ഒരു കൂട്ടർക്ക് മാത്രമല്ല, അത് പലരും ഉണ്ട് അതിനകത്ത്, പലരും ഉണ്ട്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ അതിൽ പ്രസിഡന്റുമാരായിട്ട് പാർസികളുണ്ട്, ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, നാനാജാതിക്കാരുണ്ട്, ആണും പെണ്ണും ഉണ്ട്. ഗാന്ധി കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആകുന്നതിൻ്റെ 7 കൊല്ലം മുമ്പേ ആനി ബെസന്റ് എന്നുള്ള അയർലൻഡുകാരി പ്രസിഡൻ്റായിട്ടുണ്ട്. ഗാന്ധി പ്രസിഡന്റ് ആകുന്ന 24 അടുത്ത കൊല്ലം പ്രസിഡന്റ് ആവുന്ന ആരാണ്? സരോജിനി നായിഡുവാണ്. സരോജിനി നായിഡു. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ KPCCക്ക് എത്ര വനിതാ പ്രസിഡന്റുമാരുണ്ടായിരുന്നു? ആരുണ്ടായില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്നില്ലെന്ന് ആലോചിക്കാൻ പറ്റില്ല. KPCC പ്രസിഡൻ്റായിട്ടൊരു വനിതയെ ആലോചിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പറയേണ്ടി വരും, ഏത് നമ്മൾ ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെ ആളുകളുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇങ്ങനെ നേതാക്കന്മാരുണ്ടായിരുന്നൊക്കെ പറയേണ്ടി വരും. ആ കൂട്ടത്തിൽ അസീമുല്ലാ ഖാൻ്റെ പേര് ഇന്ന് നമ്മൾ ഓർമ്മിക്കേണ്ട ഒന്നാണ്. അത് പിണറായി പറഞ്ഞത് നന്നായി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ സംഘപരിവാറിനോട് ഇത്തരം കാര്യങ്ങൾ ചോദിക്കേണ്ടി വരും. അത് അവർ ചോദിപ്പിക്കുന്നതാണ്. കാരണം ഈ രാജ്യം, ഇന്ത്യ എന്നുള്ള ഈ രാജ്യം ഒരു പ്രത്യേക മതത്തിനോ സംസ്കാരത്തിനോ മാത്രം അവകാശപ്പെട്ടതാണെന്ന് പറയുന്നത് അസത്യമാണ്. ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ മുഗളന്മാരിവിടെ അന്നത്തെ കാലത്ത് 1526 16-ാം നൂറ്റാണ്ടിൽ മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചു. അവൾ കാബൂളിൽ നിന്ന് വന്ന ആൾക്കാരാണ്. പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, അന്നിപ്പോൾ യുദ്ധങ്ങളെ പറ്റി ഇന്ന് വെച്ചിട്ട് അത് ശരിതെറ്റ് പറയാനല്ല, പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കണം. അവരിവിടുത്തെ സമ്പത്ത്, ഇവിടുത്തെ വിദ്യകൾ, ഇവിടുത്തെ സംസ്കാരം, ഇവിടുത്തെ നമ്മുടെ മറ്റു കാര്യങ്ങൾ ഒന്നും മോഷ്ടിച്ച് എവിടെയും കൊണ്ടുപോയിട്ടില്ല. അവരത് പരിപാലിച്ച് കൊണ്ടു നടക്കണം. അവർ അത് ഇപ്പോൾ ബ്രിട്ടീഷുകാരെ അത് കോളനി ആക്കിയില്ല. അവരവരെ നാട്ടിലേക്ക് ഇവിടുത്തെ സമ്പത്ത് കൊള്ളയടിച്ച് കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ അവർ ഇവിടെ ചെങ്കോട്ട ഉണ്ടാക്കി ഇന്ത്യയിലാണ്, ജുമാ മസ്ജിദ് ഉണ്ടാക്കി ഇന്ത്യയിലാണ്, താജ്മഹൽ ഉണ്ടാക്കി ഇന്ത്യയിലാണ്, കുത്തബ് മീനാർ ഉണ്ടാക്കി ഇന്ത്യയിലാണ്, ആഗ്ര ഫോർട്ട് ഉണ്ടാക്കി ഇന്ത്യയിലാണ്, കാശ്മീരിൽ പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കി ഇന്ത്യയിലാണ്. അപ്പോൾ ഇവിടുത്തെ സമ്പത്ത്, ഇവിടുത്തെ കരകൗശലം, ഇവിടുത്തെ വിദ്യ, ഇവിടുത്തെ ആളുകളുടെ അധ്വാനം അത് മുഴുവൻ ഇവിടെ തന്നെയാണ്. ഇവിടുന്ന് എവിടേക്കും പോയിട്ടില്ല. അത് നിലമ്പൂരിന് തേക്ക് വരെ കടത്തി. അതെ, ബ്രിട്ടീഷുകാരെല്ലാം ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോവാണ്. അതാണ് ഗാന്ധി പറഞ്ഞത്, എൻ്റെ സീതയെ കട്ടുകൊണ്ടുപോയത് ലങ്കയിലേക്കല്ല ലങ്കാഷെയറിലേക്കാണ്. എന്താ ലങ്കാഷെയറിൽ തുണിമില്ലുകളുണ്ട്. അപ്പോൾ ഇവിടുത്തെ പരുത്തി കടത്തിക്കൊണ്ടുപോയിട്ട് അവിടുത്തെ തുണിമില്ലുകൾ തുണിയാക്കിയിട്ട് ഇവിടെ ഇറക്കുക. ഇതാണ് കോളനി എന്ന് പറഞ്ഞത്. ഇതൊന്നും മുഗളന്മാർ ചെയ്തിട്ടില്ല. അവർ ചെയ്ത് മുഴുവൻ ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആ തരം വ്യത്യാസങ്ങൾ ആലോചിച്ച് വേണം സംസാരിക്കാൻ. ഇപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ മുഗള ചരിത്രം പഠിപ്പിക്കുന്നില്ല. ആലോചിച്ച് നോക്കൂ, എത്ര 3-4 നൂറ്റാണ്ട് ഇന്ത്യ ഭരിച്ച ഒരു കൂട്ടരെ പറ്റിയാണ്. അതിൽ എത്രയോ യോഗ്യന്മാരുണ്ട്, അയോഗ്യന്മാരുണ്ടാവും. രാജാക്കന്മാർ കൊടുത്ത് നല്ലവരുണ്ടാവും, ചീത്ത ആൾക്കാരുണ്ടാവും. ചീത്ത ആൾക്കാരെ പറ്റി അതെ, അവർ ചീത്തയാണെങ്കിൽ ചീത്തയാണെന്ന് പറയാം, അതിൽ കുഴപ്പമില്ല. പക്ഷെ അവരെ നിങ്ങൾ ഇപ്പോൾ ഔറംഗസീബ്, അദ്ദേഹം ഒരുപാട് നല്ല കാര്യം ചെയ്തു, ഒരുപാട് ചീത്ത കാര്യം ചെയ്തു. അക്ബർ നമ്മൾ കേട്ടൊക്കെ നല്ല കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ അക്ബറുണ്ട്, ഔറംഗസീബുണ്ട്. അപ്പോൾ ഔറംഗസീബ് മാത്രമല്ല അക്ബറുണ്ട്, അക്ബർ മാത്രമല്ല ഔറംഗസീബുണ്ട്. അതാണ് ചരിത്രം. അപ്പോൾ ചരിത്രത്തെ ഇങ്ങനെ അവഗണിക്കപ്പോൾ ദേശീയ പ്രസ്ഥാനത്തെ അവഗണിക്കുക, ദേശീയ സമരത്തെ അവഗണിക്കുക. കാരണം സംഘപരിവാറിനായി യാതൊരു റോളും ഇല്ല ദേശീയ സമരത്തിൽ. ദേശീയ സമരത്തിൽ റോൾ ആർക്കാണ്? കോൺഗ്രസ്സിനാണ്, സോഷ്യലിസ്റ്റുകൾക്കാണ്, കമ്മ്യൂണിസ്റ്റുകൾക്കാണ്. ഈ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ഒക്കെ പറഞ്ഞാൽ ആദ്യകാലത്ത് കോൺഗ്രസ് ആണെന്നേ. ഇപ്പോൾ EMS ഒരുപാട് ആ കാലത്ത് കോൺഗ്രസ് ആണല്ലോ. 39 അബ്ദുറഹ്മാൻ പ്രസിഡന്റ് ആകുമ്പോൾ സെക്രട്ടറിയാണ് EMS. അപ്പോൾ ഇപ്പോൾ മറ്റേ റാം മനോഹർ ലോഹ്യ കോൺഗ്രസിൻ്റെ കൂടെയായിരുന്നു, JP കോൺഗ്രസിൻ്റെ കൂടെയായിരുന്നു. അവരൊക്കെ പിന്നെ സോഷ്യലിസ്റ്റ്, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറഞ്ഞ് പോകുന്നേ ഉള്ളൂ. പക്ഷേ അതെ, ആ കൂട്ടത്തിൽ ഇവരില്ല. അപ്പോൾ ഇന്ത്യ വിഭജനത്തിൻ്റെ ചരിത്രം അത് പഠിക്കണം. അത് ചീത്തയാണ്. ഇന്ത്യ വിഭജനം ചീത്തയാണ്. നമ്മുടെ ചരിത്രത്തിലെ ചീത്ത അനുഭവങ്ങളും പഠിക്കണം. അങ്ങനെയാണല്ലോ പഠിക്കുക എന്ന് പറഞ്ഞത്. അല്ല നല്ലത് മാത്രം പഠിക്കുകയല്ല, ചീത്ത മാത്രം പഠിക്കുകയല്ല. നല്ലതിൽ എന്ത് ചീത്ത പഠിക്കാനുണ്ട്, ചീത്തയിൽ എന്ത് നല്ലത് പഠിക്കാനുണ്ട് നമ്മൾ പഠിക്കണം. അതുകൊണ്ട് പിണറായി വിജയൻ അസീമുല്ലാ ഖാൻ്റെ പേര് പറഞ്ഞത് നന്നായി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇത് സത്യത്തിൽ ഈ അസീമുല്ലാ ഖാനാണ് എന്ന് ഇങ്ങനെ പ്രചരിപ്പിക്കുക വഴി ഈ സംഘപരിവാർ സംഘടനകൾ അത് ഉൾക്കൊള്ളാൻ മടിക്കുക വഴി ചെയ്യുന്നത് അത്തരത്തിലുള്ള ഒന്നുകിൽ കോൺഗ്രസ് അല്ലെങ്കിൽ മുസ്ലിം പേരുള്ള ആൾക്കാർ ഇന്ത്യക്ക് അത്തരം ഒരു കോൺട്രിബ്യൂഷൻ നടത്തിയവരല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ്. അതെ, അതെന്താ വെച്ചാൽ ഇപ്പോൾ അബുൽ കലാം ആസാദ് വളരെയധികം സംഭാവന ചെയ്തൊരു വലിയ നേതാവാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ജാക്കിർ ഹുസൈൻ,
നമുക്ക് മറന്നുപോയല്ലോ നമ്മൾ ഈ പേരുകളൊക്കെ. ഗാഫർ ഖാൻ, നമ്മൾ മറന്നുപോയല്ലോ പേരുകളൊക്കെ. അങ്ങനെ ഇപ്പം ഗാഫർ ഖാനെ നമ്മൾ അന്നേ അതിർത്തി ഗാന്ധി എന്ന് വിളിച്ചിരുന്നു. അദ്ദേഹത്തിനോട് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആവാൻ പറഞ്ഞപ്പോൾ നെഹ്റുവിനോട് അദ്ദേഹം പറഞ്ഞത്, ജവഹർലാൽ, എനിക്ക് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആവണ്ട, അതിൻ്റെ പ്രവർത്തകനായാൽ മതിയെന്ന്. ആ മാതിരി ഒരുത്തനാ ഗാഫർ ഖാൻ. അപ്പോൾ അവരുടെ ഗാഫർ ഖാൻ്റെ സമൂഹം എന്ന് പറയുന്നത് പഠാണികളാണ്. മരിക്കാനോ കൊല്ലാനോ ഒരു മടിയില്ലാത്ത. അവിടെയാണ് ഖുദായി ഖിദ്മത്ഗാർ എന്ന് പറഞ്ഞൊരു സംഘം ഉണ്ടാക്കുന്നത് ഗാഫർ ഖാൻ. അപ്പോൾ അവർക്ക് അഹിംസ മനസ്സിലായാൽ അതാണ് ഏറ്റവും വലുതെന്ന് ഗാന്ധി പറയും. ഗാന്ധി എന്താ പറഞ്ഞത്? മരിക്കാൻ അറിയുന്നവൻ, കൊല്ലാൻ അറിയുന്നവൻ, അവനാണ് അഹിംസ പഠിക്കാൻ ഏറ്റവും എളുപ്പം. കാരണം ഒരു ധീരന്മാരാണ്, ഭീരുക്കളല്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപടി കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്നത്, ഇവിടുത്തെ സാമൂഹ്യ നവോത്ഥാനം എന്ന് പറയുന്നത്, ഇവിടുത്തെ സംസ്കാരം എന്ന് പറയുന്നത്, ഇതിപ്പോൾ ടാഗോറിൻ്റെ സാഹിത്യം പോലെ സാഹിത്യമാണല്ലോ ഇക്ബാലിൻ്റെ സാഹിത്യം, മുഹമ്മദ് ഇക്ബാലിൻ്റെ സാഹിത്യം. അതുപോലെ എത്ര ആളുകൾ ഏതൊക്കെ ഭാഷയിൽ, ബംഗാളിയിൽ അല്ലെങ്കിൽ മലയാളത്തിൽ അല്ലെങ്കിൽ തമിഴിൽ, സുബ്രഹ്മണ്യ ഭാരതി എന്ന് പറയാൻ നമുക്ക് മറക്കാൻ പറ്റാത്ത സംഗതിയാണല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ പലതുണ്ട്. ഇപ്പോൾ നമ്മുടെ എഴുത്തച്ഛനുണ്ട്, അതുപോലെ തുളസിദാസനുണ്ട്, പിന്നെ ഏറ്റവും വലിയ കവി കബീർ ദാസ്. അപ്പോൾ ഈ കബീർ നമ്മളെവിടെ കിട്ടും? വലിയ ബുദ്ധിമുട്ടാണ് കബീറിനെ ഒരു കള്ളിയിൽ ഉൾപ്പെടുത്താൻ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത്, നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒന്നല്ല. അതിൽ ദൈവമില്ല എന്ന് പറയുന്ന സംസ്കാരം ചാർവാകൻ മുനിയാണ് ദൈവമില്ല എന്ന് പറയുന്നത്. അത് ഇന്ത്യയിലുള്ളതാണ്. നാസ്തികവാദം ഇന്ത്യനാണ്, നിർമ്മതവാദം ഇന്ത്യനാണ്, മതവാദവും ഇന്ത്യനാണ്. എല്ലാത്തിനെയും ദൈവമായിട്ട് കാണും. പാൻതീസം, പ്രകൃതി ആരാധന, ഇതൊക്കെ ഇന്ത്യയിലുള്ളതാണ്. ഏകദൈവ ആരാധന, അദ്വൈതം, ഇതൊക്കെ എല്ലാം കൂടിച്ചേർന്ന ഒരു കോമ്പസിറ്റ് കൾച്ചറാണ് നമുക്കുള്ളത്. സങ്കരമാണത്. അതിങ്ങനെ ഏകശിലാരൂപമാക്കാൻ ആര് വിചാരിച്ചാലും സാധിക്കില്ല. കാരണം അതിൻ്റെ ഒരു ചെറിയ എക്സാമ്പിൾ മാത്രമാണ്, ഒരു ഉദാഹരണം മാത്രമാണ് അസീമുല്ലാ ഖാൻ്റെ കാര്യം.